യുവരാജ് ഗോകുൽ, ഇവിടെ ഇപ്പോൾ സർക്കാർ പറയുന്ന ചില വാദങ്ങളുണ്ട്. അതായത് ഒന്ന് പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്ന ഒരു പരിപാടി, അതിൽ അക്രഡിറ്റഡ് ആയി നിൽക്കുന്ന ഊരാളുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ടെൻഡർ കൊടുക്കുന്നു. മാത്രമല്ല, ഈ കണക്കുകളിൽ പറയുന്ന, അതായത് കണക്കിലെ പൊരുത്തക്കേടുകളൊക്കെ ആദ്യം നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും അതിൽ വിശദീകരണം നൽകാനും ഇപ്പോൾ യോഗം ചേരാൻ പോകുന്നു. എല്ലാത്തിനും കൃത്യമായ കണക്കും വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജയകുമാർ സാറ് ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അദ്ദേഹം ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്നാണ്. പക്ഷേ ഇന്ന് ദേവസ്വം മന്ത്രിയോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദേവസ്വം മന്ത്രി, ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ, ദേവസ്വം മന്ത്രി നൽകിയ ഒരു മറുപടിയുണ്ട്. കാരണം എല്ലാ തുകയും, അതായത് കൊടുത്ത തുകയെല്ലാം സ്പോൺസർമാരിലൂടെ തിരികെ കിട്ടിയിട്ടുണ്ടെന്ന് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്. നൽകിയിട്ടുണ്ട് എന്ന്, ഈ പണമൊക്കെ തിരികെ കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി അതൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ ബോർഡ് നോക്കിക്കോളും, ബോർഡ് കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിലും ഇനി ഹൈക്കോടതി ഇടപെട്ട് ഇതിലും പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയാണോ? ശ്രീ ഗോപികൃഷ്ണൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങ് ഇവിടെ വിശദീകരിച്ച 3-4 കാര്യങ്ങളുണ്ട്. അതായത് ഒരു വിഷയം പറയുന്നു, കുറച്ച് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു സംശയം വരുന്നു, കൂടുതൽ അനുബന്ധ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി മറ്റൊന്ന് പറയുന്നു, അവിടെ നിന്ന് ചാടിക്കളിച്ച് മറ്റൊരിടത്തേക്ക് പോകുന്നു. നോക്കൂ, നമ്മൾ ഈ പോലീസുകാർ ഈ ചോദ്യം ചെയ്യുന്ന സമയമുണ്ടല്ലോ, ചില പ്രതികളെ കുറ്റം ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഒരു കാര്യത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പരിപാടി നടത്തിയിട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ കാശ് മുക്കിക്കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇപ്പോൾ ശ്രീ സുരേഷ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടെന്ന് നടത്തുന്ന പരിപാടി ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യം. നോക്കൂ, ഈ പെട്ടെന്ന് നടത്തുന്ന പരിപാടി ഒരു വലിയ പ്രളയം വന്നു, അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം വന്നു, അവിടെ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ടെൻഡർ വിളിച്ചുകൊണ്ട് നിൽക്കാനോ ടെൻഡർ കോട്ട് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരില്ല. അതുപോലെയല്ല ഒരു പ്രോഗ്രാം, ഒരു ഈവന്റ് നടത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്താ ഇത്ര വലിയ സെപ്റ്റംബർ 20 എന്നുള്ളത് ഒരു ഒക്ടോബർ 1 ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാഴ്ച പോരാന്നുണ്ടോ? ഇപ്പോൾ സെപ്റ്റംബർ 20 തന്നെ ഈ പരിപാടി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പമ്പയിൽ വെള്ളം കയറി എല്ലാം നശിച്ചു പോവും, അങ്ങനെയൊന്നുമില്ലല്ലോ. അവിടെ നിങ്ങളൊരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു, അനുയോജ്യമായ ഡേറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ സംഘാടകരാണ്. അനുയോജ്യമായ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് കൊണ്ടുവന്നതിന് ശേഷം ആ പരിപാടി നടത്തുവാൻ വേണ്ടിയിട്ടാണ് അനുയോജ്യമായിട്ടുള്ള ഡേറ്റ് നടത്തുന്നത്. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ വന്നിട്ട് അയ്യോ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും മുങ്ങിച്ചാവുക എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് നിങ്ങൾ നിക്കക്കള്ളി ഇല്ലാണ്ട് ആ പരിപാടി നടത്തിയൊന്നും അല്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങ് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു 4126 പേര് വന്നു എന്നുള്ള കാര്യം. ഇനി അടുത്ത ഇത് മാറ്റി പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു, 8.5 ലക്ഷം രൂപയായി എന്നുള്ളതാണ്. അങ്ങ് തന്നെ പറയുകയാണ് ഇപ്പോൾ 4126 പേരാണ് അവിടെ വന്നത് എന്നുള്ള കാര്യത്തിനകത്ത്. യഥാർത്ഥത്തിൽ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് 3000 പേര് തികച്ചുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് 4126 പേര് വന്നു, അവിടെ 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ള കാര്യം. ഇത് ഞാൻ ചില സിനിമ ഡയലോഗുകളിലേക്ക് പോകുന്നില്ല, അവിടെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. 500 പേർക്ക് തികച്ച് ഭക്ഷണം കൊടുത്ത രാത്രിയിൽ 3000 പേർക്ക് കൊടുത്തു എന്നൊക്കെയാണ് നിങ്ങൾ കണക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അവർ വന്നു എന്നുള്ള നിലയിൽ നിങ്ങളൊരു കണക്ക് എഴുതി ഉണ്ടാക്കുമായിരിക്കും, ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്ക് ഇനിയും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കണക്കിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിരിക്കുന്ന ചില കണക്കുകൾ അനുസരിച്ചിട്ട് പ്രേക്ഷകർ കേൾക്കാനാണ്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, എന്നാലും വായിച്ചിട്ടില്ലാത്തവർ അറിഞ്ഞിട്ടില്ലാത്തവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് മാത്രം കൊടുക്കാനുള്ളത് 12,88,000 സംതിങ് രൂപയാണ്. അതുപോലെ ഗവൺമെന്റ് ഇക്കോ ലോഡ്ജിന് 39,018, കുമരകം ഗ്രാൻഡ് ഫീൽഡിന് 18,500, KTDC വാട്ടർസ്കേപ്പിന് 2,98,000 രൂപ, 3 ലക്ഷത്തോളം രൂപ, താജ് കുമരകത്തിന് 52,476 രൂപ, വൈൽഡ് മിസ് ഹോം സ്റ്റേ മൂന്നാർ 20. ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നവരാണ് കേട്ടോ താമസിച്ചത്. എവിടെ? വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ മൂന്നാറിൽ താമസിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന ആൾക്കാരാണ്. അപ്പൊ മൂന്നാർ, കുമരകം, നിങ്ങളൊന്ന് നോക്കി നോക്കണം. കേരളത്തിന്റെ കൃത്യമായിട്ടും ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വന്ന് താമസിച്ചിട്ട് പോയിട്ടിരിക്കുന്ന ഈ ആൾക്കാർ, ഇവരെല്ലാവരും കൂടി വന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ വന്നിട്ട് അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന
വായിക്കുന്നതാണ്, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്കുള്ള ബില്ലാണ് ഞാൻ ഈ വായിച്ചത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവിടെ നടന്നിരിക്കുന്ന സാധനം എന്താണ്? ഇവരാണോ അയ്യപ്പനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നത്? ഇവരാണോ അവിടെ തീർത്ഥാടനത്തിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ സൗകര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നത്? ഇവരാണോ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? ശരി, ഇവരെല്ലാവരും കൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കട്ടെ. ഇവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താ? ഈ 1000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് ഈ മാസ്റ്റർ പ്ലാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അറിയാനുള്ള അവകാശമില്ലേ? ഇപ്പൊ വസന്ത് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് അരക്കൊല്ലം ആകുന്നില്ലേ സാർ? ഏതാണ്ട് അരക്കൊല്ലം ആകുന്നില്ലേ സഖാവേ? എന്താണ്, ആരാണ് ഈ പറഞ്ഞ ഈ കുമരകത്ത് ഈ നമ്മൾ ഈ പറയുന്ന ഇത്രയും ലക്ഷം രൂപയുടെ 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലിങ് വന്നിട്ടുള്ള സ്ഥലത്ത് താമസിച്ചിട്ടുള്ള ഏത് വ്യക്തി എന്ത് മാസ്റ്റർ പ്ലാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കേരളത്തിന് അറിയാൻ താല്പര്യമില്ലേ? നിങ്ങൾ അവസാനം ഏതെങ്കിലും ഒരു ഓടക്കണക്ക് എഴുതി കൊണ്ടുവന്നിട്ട് ഇതാണ് 1000 കോടിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് അവതരിപ്പിക്കുക. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ അത് അവതരിപ്പിച്ചോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ആര് എന്ത് എന്നുള്ളതിന് നോ ഫ്രീ മീൽസ് എന്നാണ് പറയുന്നത് ഈ ലോകത്ത്. There is no free meals, അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും രൂപ കൊടുത്ത് താമസിപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.